പാലക്കാട് അട്ടപ്പാടിയിൽ വൻ ഭൂമി തട്ടിപ്പെന്ന പരാതി. അന്തരിച്ച മുതിർന്ന നേതാവ് കന്ദസ്വാമി ബോയന്റെ 1.5 ഏക്കറോളം ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടി എന്നാണ് മകന്റെ പരാതി. CPI മുൻ ലോക്കൽ സെക്രട്ടറി രവീന്ദ്രദാസ് അടക്കം 14 പേരെ പ്രതി ചേർത്ത് കേസെടുത്തു. 24 എക്സ്ക്ലൂസീവ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതെന്താണ് സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ മകൻ നൽകിയിരിക്കുന്ന പരാതി. 1.5 ഏക്കറോളം ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടി എന്നുള്ളതാണല്ലോ. ഇത് എപ്പോൾ സംഭവിച്ചു എന്നതാണ്. അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? അന്വേഷണം എന്തായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന് മാത്രമല്ല, റവന്യൂ വകുപ്പിനും കന്ദസ്വാമി ബോയന്റെ മകൻ രവികുമാർ ബോയൻ പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പാലക്കാട്ടുകാർക്ക് പൂർണ്ണമായി അറിയുന്നതാണ്. കന്ദസ്വാമി ബോയൻ അട്ടപ്പാടിയിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ഒരു ജമ്മി കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ് കന്ദസ്വാമി ബോയൻ. കന്ദസ്വാമി ബോയനാണ് അവിടുത്തെ റെസ്റ്റ് ഹൗസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്കൂള്, സാമൂഹ്യാരോഗ്യ കേന്ദ്രം അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായി C. അച്യുതമേനോന്റെ നിർദ്ദേശപ്രകാരം ഭൂമി വിട്ടു നൽകിയത്. അതിൽ തൊട്ടപ്പുറത്തുണ്ടായിരുന്നൊരു ഭൂമിയാണ് 1.5 ഏക്കറോളം വരുന്ന ഭൂമി. അത് കന്ദസ്വാമി ബോയന്റെ പേരിലുള്ള ഭൂമിയാണ്. അത് രവീന്ദ്രദാസ് CPIയുടെ മണ്ഡലം കമ്മിറ്റി അംഗമാണ്. ജല്ലിപ്പാറ മുൻ ലോക്കൽ സെക്രട്ടറിയാണ്. ആധാരമെഴുത്തുകാരുടെ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ്. കൂടാതെ യുവ കലാസാഹിതിയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട അട്ടപ്പാടിയിലെ CPI നേതാവും ആധാരമെഴുത്തുകാരൻ കൂടിയായ രവീന്ദ്രദാസിന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തു എന്നാണ് പരാതിയുള്ളത്. വ്യാജ ഒസ്യത്ത് കന്ദസ്വാമി ബോയന്റെ പേരിൽ ഉണ്ടാക്കി. അതിനുശേഷം 1 മാസത്തിനു ശേഷം കന്ദസ്വാമി ബോയൻ മരിച്ചു പോകുന്നുവെന്നാണ് പറയുന്നത്. ശേഷം ഈ ഭൂമി ആരുടെ പക്കലാണ് എന്നതിനെക്കുറിച്ച് ആർക്കും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിൽ മകൻ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇത് ആ പ്രദേശത്തെ തന്നെ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തിയെന്ന ഒരു കരാറും അതുപോലെ തന്നെ ആധാരവും ഉണ്ടാക്കിയതായി അറിയുന്നത്. ഉടൻ തന്നെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപാണ് ഒരു പരാതിയുമായി മകൻ രവികുമാർ ബോയൻ ഇപ്പോൾ താമസിക്കുന്നത് കോയമ്പത്തൂരാണ്. അദ്ദേഹത്തിന് അട്ടപ്പാടിയിൽ വീടുണ്ട്, സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് CPIയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. റവന്യൂ വകുപ്പിലെ ഉന്നതരെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഭൂമി തട്ടി എന്നാണ് ആക്ഷേപം. പക്ഷേ ഒസ്യത്ത് താൻ എഴുതിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള കൃത്രിമവും താൻ നടത്തിയിട്ടില്ല എന്നാണ് രവീന്ദ്രദാസിന്റെ വാദം. എന്തായാലും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനുജ, ശരി, അട്ടപ്പാടിയിലാണ് വലിയ ഭൂമി തട്ടിപ്പ് എന്ന പരാതി ഉയർന്നത്. കന്ദസ്വാമി ബോയൻ എന്ന മുതിർന്ന നേതാവിന്റെ 1.5 ഏക്കറോളം ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടി എന്നതാണ് മകന്റെ പരാതി. അതിൽ CPI മുൻ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയാണ് എന്നുള്ളതാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയ വിവരം.